ഓഫ് ഡിമാൻഡ് കർവ് ടു ദ റൈറ്റ്. ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് നോക്കി. ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാണ്. ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ഇസ് ബയർ, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പൊ അതിൽ ഏതായിരിക്കും വരുന്നത്? അത് ഓർ ക്വസ്റ്റ്യൻ ആണല്ലേ. ഏഴാമത്തേല ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉത്തരം ബി ആണ്. ഏഴാമത്തേല സെക്കൻഡ്, അതിന്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കിട്ടിയ ഓൾ ഓഫ് ദി എബവ് ആണ്. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ബയർ, ബയറിന്റെ ഇൻകം കൂടുന്നത്, അതേപോലെ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് റൈസ് ചെയ്യുന്നത്, ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് നമുക്കറിയാം, ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലിമെന്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിന് പകരം ഉപയോഗിക്കുന്ന ഗുഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടീ ഓർ കോഫി ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതാണ്? പെന്നും ഇങ്കും, കാറും പെട്രോളും, അതൊക്കെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഫോണോ സിമ്മ്. അപ്പൊ അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ്, ഗിഫൻ ഗുഡ്സ് എന്താണ്, ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്, നോർമൽ ഗുഡ്സ് എന്താണ്, നെസസിറ്റി ഗുഡ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഗുഡ്സിന്റെ ഐറ്റംസ് പല പല പേരുകളുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഇതിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, യൂസ് ഓഫ് ഓൺ ബിൽഡിംഗ് ഫോർ പ്രൊഡക്ഷൻ, യൂസ് ഓഫ് ഫാമിലി ലേബർ, യൂസ് ഓഫ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ നമുക്കറിയാം ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം വരും. ഓൾ ഓഫ് ദി എബോവ്. അപ്പൊ യൂസ് ഓഫ് ഓൺ ബിൽഡിംഗ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന് വേണ്ടി അവരുടെ സ്വന്തം ബിൽഡിങ്ങിനെ ഉപയോഗിക്കുകയും അവരുടെ ഫാമിലിയിലെ ആൾക്കാർ തന്നെ പ്രൊഡക്ഷന് വേണ്ടി അവരുടെ ബിൽഡിങ്ങിനെ ഉപയോഗിക്കുകയും അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി നിൽക്കുന്നത്. കാരണം ലേബേഴ്സ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സ് ആണ് നിൽക്കുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ആ ഫാമിലി ആയിരിക്കും അതിന് അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് പുറത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പുറത്ത് വേറെ പൈസ ചിലവാകുന്നില്ല, അവരെല്ലാവരും കൂടിയാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നോക്കണം യൂസ് ഓഫ് ഓൺ ബിൽഡിംഗ് ഫോർ പ്രൊഡക്ഷൻ ഓൺ ബിൽഡിംഗ് ആയിരിക്കണം. യൂസ് ഓഫ് ഫാമിലി ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. യൂസ് ഓഫ് ഓൺ ക്യാപിറ്റൽ, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്നത് മെഷീൻസ് ആയാലും ക്യാഷ് ആയാലും അവരുടെ സ്വന്തമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ്ട് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്സ്. ഇതിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഏതാന്നുള്ളത് അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. കാരണം ഇംപ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അപ്പൊ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ആണ്, ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ലാസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ആണ്, അതോ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ആണ്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് നോക്കിട്ട് വരിക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ആവറേജ്. ആവറേജിന്റെ ടൈപ്പിൽ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് ആവറേജിന് നമ്മൾ മറ്റൊരു പേര് പറയുമല്ലോ. എന്തുവാണ്? സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് ആണ്. ആവറേജ് കണ്ടുപിടിക്കാൻ 3 രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ്. പ്രധാനമായിട്ടും മീൻ, മീഡിയൻ, മോഡ്. പിന്നെ അതിന്റെ അകത്ത് പല പല ടൈപ്പ് പല പല മെത്തേഡ് നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡ് ഉണ്ട്. പ്രധാനമായിട്ടും ആവറേജ് കണ്ടുപിടിക്കുന്ന 3 രീതിയാണ് എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ, മോഡ്, മീഡിയൻ, 3 മെത്തേഡ്. അപ്പൊ ഇതിൽ ഇല്ലാത്ത നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. മീഡിയൻ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, മോഡ് ഉണ്ട്, കോർട്ടൈൽ ഉണ്ട്. അപ്പൊ ഏതാണ്? മീനുണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പൊ കോർട്ടൈലാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ആവറേജിന്റെ ടൈപ്പിൽ അല്ലാത്തത്. ഓക്കെ, ഇതിൽ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ ഈസ് ആൽവേസ്. അപ്പൊ അരിത്തമെറ്റിക് മീനിന്റെ സീരീസിലെ സം ഓഫ് ഡീവിയേഷന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആണോ, 0 ആണോ, നെഗറ്റീവ് ആണോ, എനി ഓഫ് ദി എബോവ് ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇവിടുത്തെ ഗൈഡിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിൽ ഏതായിരിക്കണം? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ, അല്ലെ എനി ഓഫ് ദി എബോവ് ആണോ? 10ാമത്തെ ആൻസർ എന്ന് പറയുന്നത്
സി ആണ്, 0 ആണ്. ഓക്കെ, 10ാമത്തേൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ ഈസ് ആൽവേസ് 0. അപ്പൊ സം ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് ഡീവിയേഷന്റെ 0 ആയിരിക്കും. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് പോസിറ്റീവ് കോറിലേഷൻ? ഇതിൽ പോസിറ്റീവ് കോറിലേഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ആണോ, ഹൗസ് ഹോൾഡ് ഇൻകം ആൻഡ് സേവിങ് ആണോ, അതേ പ്രൈസ് ആൻഡ് സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ആണോ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം പ്രൈസും സപ്ലൈ ഓഫ് കമ്മോഡിറ്റിയും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? പോസിറ്റീവ് റിലേഷൻ ആണ്. നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് റിലേഷനും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിലേഷനുമാണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് അറിയാം. ഇനി ഹൗസ് ഹോൾഡ് ഇൻകം സേവിങ്, ഇൻകം കൂടുമ്പോൾ ഓൾറെഡി എന്ത് കൂടും? സേവിങ്ങും കൂടത്തില്ലേ? അപ്പൊ നമുക്ക് അതും അറിയാം, അതും ഒരു പോസിറ്റീവ് റിലേഷൻ. അപ്പൊ രണ്ടും എന്തായാലും ഉത്തരവായിട്ട് വരത്തില്ല. അതൊന്നും തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൾ ഓഫ് ദി എബവ് ആണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഹൈറ്റും വെയിറ്റും ഒരു ഡൗട്ട് തോന്നിയാൽ പോലും ആ 2 കാര്യം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓൾ ഓഫ് ദി എബവ് ആണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഡൗൺവേർഡ് മൂവ്മെന്റ് ഓൺ എ സപ്ലൈ കർവ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോസ്ഡ് ബൈ. ഇപ്പൊ സപ്ലൈ കർവ് ഡൗൺവേർഡ് മൂവ്മെന്റ് ആവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സപ്ലൈ കർവ് ഡൗൺവേർഡ് മൂവ്മെന്റ് ആവാനുള്ള കാരണം എന്താണ്? റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോഴാണോ, അതോ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോഴാണോ, അതോ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് കുറയുമ്പോഴാണോ, ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി? ഇതിൽ ഏതാണ് നിങ്ങൾ നോക്കിയേ? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഡൗൺവേർഡ് മൂവ്മെന്റ് ഓൺ എ സപ്ലൈ കർവ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോസ്ഡ് ബൈ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ കർവ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുന്നത്. അതേപോലെ റിലേറ്റഡ് ഗുഡ്സ്, ഇൻപുട്ട് പ്രൈസ് ഒക്കെ, ഇൻപുട്ടിന്റെ പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, അപ്പൊ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റിയുടെ പ്രൈസ്, ടെക്നോളജി, ഇൻപുട്ടിന്റെ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്, അതേപോലെ ടാക്സ്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4 കാര്യം 5 കാര്യം. അപ്പൊ അത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആണെന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മൂവ്മെന്റിന് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓൺ പോയിന്റ് ഓൺ ദി സപ്ലൈ കർവ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് 60 degrees. അപ്പൊ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓൺ എ പോയിന്റ് ഓൺ ദി സപ്ലൈ കർവ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ എന്ന് പോകുന്ന സപ്ലൈ കർവിന്റെ ഇലാസ്റ്റിസിറ്റി ഏതാണെന്ന് വെച്ചാൽ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി 1 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തേല് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതിന്റെ ഉത്തരം ബി 1, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഹൈലൈറ്റിംഗ് ദ പ്രോബ്ലം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC. അപ്പൊ നമ്മൾ ഓൾറെഡി 3 പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതിൽ PPC ഡിനോട്ട് ചെയ്യുന്ന ഏത് പ്രോബ്ലത്തിനാണ്? ഏത് പ്രോബ്ലമാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആണോ, ഹൗ ടു പ്രൊഡ്യൂസ് ആണോ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണോ? നമുക്ക് അതിന്റെ ഉത്തരം അറിയാം, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉത്പാദിപ്പിക്കണം. കാരണം നമ്മൾ PPCയിൽ എന്താണ് പഠിക്കുന്നത്? X ആക്സിസിലും Y ആക്സിസിലും എന്താണ് എഴുതുന്നത്? ഗുഡ് 1ഉം ഗുഡ് 2 ആണ്. അപ്പൊ ഗുഡ് 1 എന്തുമാത്രം ഉത്പാദിപ്പിക്കണം, ഗുഡ് 2 എന്തുമാത്രം ഉത്പാദിപ്പിക്കണം വെച്ചാൽ ഹൗ ടു പ്രൊഡ്യൂസ് ആണ് നമ്മൾ PPCയിൽ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ആ പോയിന്റ് അകത്താണെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷനും, അതേപോലെ മാക്സിമം ആ ഒരു PPCയുടെ അകത്തുള്ള പോയിന്റിലാണെങ്കിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം ശരിയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് രണ്ടും PPC എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ PPC അതിന്റെ കർവ് അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ നിങ്ങൾ ആ ഏരിയ മനസ്സിലാക്കണം. ഏത് ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത്, ആ ഏരിയയിൽ നിന്ന് എത്ര മാർക്കിനാണ് പ്രിഫറൻസ് കൊടുത്തേക്കുന്നത്, അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇപ്പൊ PPC എന്നൊക്കെ 2 മാർക്കിനാണ് വന്നെങ്കിൽ അത് കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, 6 മാർക്കിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു 2 മാർക്കിലും 3 മാർക്കിൽ അതൊന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ മീൻ മീഡിയം മോഡൊക്കെ ആണെങ്കിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. മീൻ മീഡിയം മോഡിൽ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്ന എന്നൊരു കാര്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് ഏതാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, പോസിറ്റീവ് സ്ലോപ്പ് ആണോ, നെഗറ്റീവ് സ്ലോപ്പ് ആണോ? നമുക്കറിയാം ഏത് ഷേപ്പാണ്, പറഞ്ഞോ ഏതാണ്? കോൺകേവ് ഷേപ്പ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ് ഷേപ്പാണ്. PPC എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാണ്? കോൺകേവ് ഷേപ്പാണ് PPC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആയി? 12 ക്വസ്റ്റ്യൻ ആയി. ഈ 12 ക്വസ്റ്റ്യൻ ഒന്ന് നല്ലതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 12 ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അതെന്ന് ചോദിച്ചിട്ടുണ്ട്, എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഒക്കെ, ഡിമാൻഡ് എലാസ്റ്റിസിറ്റിയും സപ്ലൈ എലാസ്റ്റിസിറ്റിയും നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
നെഗറ്റീവ് റിലേഷനും സപ്ലൈ എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷനും. അതിന്റെ രണ്ടിന്റെ ഗ്രാഫും പഠിച്ചു വെക്കുക. കോറിലേഷൻ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മീൻ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം മീനിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ മീൻ മീഡിയം മോഡ് ആവറേജിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഡിമാൻഡിന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നല്ലതുപോലെ പഠിച്ചു വെക്കുക. MBC എന്താണ്, MBS എന്താണ്, APC, എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് അതേപോലെ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, ഫൈനൽ ഗുഡ്സ് എന്താണ്, ഗിഫൻ ഗുഡ്സ് എന്താണ്, ആ കോംപ്ലിമെന്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഇതെല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്, ഒന്നിന് പകരം ഉപയോഗിക്കുന്നത്. ടീക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, കോഫി ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന്